ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് സോഴ്സ് ഓഫ് പോളൻ ബേസ്ഡ് ആയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ എന്താണെന്ന് നോക്കിയാലോ. നമ്മുടെ +2 ബയോളജിക്കകത്ത് ഫസ്റ്റ് ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്ത് ടൈപ്സ് ഓഫ് പോളിനേഷൻ. അപ്പോൾ നമുക്ക് ഡിഫറെന്റ് സോഴ്സ് ഓഫ് പോളൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ മൂന്നായിരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ടൈപ്സ് ഓഫ് പോളിനേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്താണ് ഓട്ടോഗമി, അടുത്തത് ഗേറ്റ്നോഗമി, അടുത്തത് സീനോഗമി. ഇത് നമുക്ക് ഇതേ ഓർഡറിൽ ഓർത്തിച്ച് നമുക്ക് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓർത്തിക്കുക AGX, അതേ ഓർഡർ വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എളുപ്പമാണ്. ഇത് നമുക്ക് ഓട്ടോഗമി എന്ന് പറയുമ്പോഴത്തേക്കും ഒരൊറ്റ പ്ലാന്റ്, ആ ഒറ്റ പ്ലാന്റിനകത്ത് ഒരൊറ്റ ഫ്ലവർ. അപ്പോൾ നമുക്ക് ആ ഫ്ലവർ ഷുഡ് ബി ബൈസെക്ഷൽ. അതിനകത്ത് മെയിലും ഫീമെയിൽ ഉണ്ടെങ്കിൽ ആ മെയിൽ പാർട്ടിൽ നിന്ന് ഫീമെയിൽ പാർട്ടിലോട്ട് പോളൻ ഗെയിന് ട്രാൻസ്ഫർ ചെയ്ത് പോയാൽ നമുക്ക് എന്താ പറയാം, ഓട്ടോഗമി ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ബൈസെക്ഷൽ ഫ്ലവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് കണ്ടീഷൻ, മൊണീഷ്യസ് കണ്ടീഷൻ. എന്താണ് മൊണീഷ്യസ് കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരേ പ്ലാന്റിനകത്ത് തന്നെ മെയിലും ഫീമെയിൽ ഉണ്ട്. മൊണീഷ്യസ് ബൈസെക്ഷൽ ആണ്, ഒബ്വിയസ്ലി ദാറ്റ് ഇസ് മൊണീഷ്യസ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഡൈഷ്യസ്. രണ്ട് ഡിഫറെന്റ് പ്ലാന്റിനകത്ത് മെയിലും ഫീമെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഡൈഷ്യസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ മൊണീഷ്യസ് ആണ്, മൊണീഷ്യസും ആണ്. അതേപോലെ തന്നെ ഇവിടെ എന്താണ് കണ്ടീഷൻ, സെൽഫ് പോളിനേഷൻ ആയിരിക്കും. ഒബ്വിയസ്ലി ഒരേ പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് സെൽഫ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ ആണെങ്കിൽ നമുക്ക് എന്താണ് സംഭവം, നമുക്ക് അവിടെ ജനറ്റിക് വേരിയേഷൻ ഇല്ല. ജനറ്റിക് വേരിയേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇൻബ്രീഡിംഗ് ഡിപ്രഷന് സാധ്യത ഉണ്ട്. ഇനി അടുത്ത് നോക്കുന്നതാണ് ഗേറ്റ്നോഗമി. ഗേറ്റ്നോഗമിക്കകത്ത് നമുക്ക് എന്താവാം, നമുക്ക് ഒരേ പ്ലാന്റ് ആയിരിക്കണം, പക്ഷേ രണ്ട് ഡിഫറെന്റ് ഫ്ലവർ ആയിരിക്കണം. അപ്പം നമുക്ക് ഇവിടെ ഒരെണ്ണം മെയിൽ ഫ്ലവർ, ഒരെണ്ണം ഫീമെയിൽ ഫ്ലവർ ആണെങ്കിൽ അത് യൂണിസെക്ഷൻ. ഇവിടെ മെയിൽ ഫീമെയിൽ ഉണ്ട്, ഇവിടെ മെയിൽ ഫീമെയിൽ ഉണ്ട്, ബൈസെക്ഷൽ കണ്ടീഷൻ ആവാം. എന്നിട്ട് ഈ മെയിലിൽ നിന്നും ഇപ്പുറത്തെ ഫീമെയിലോട്ട് വന്നാൽ നമുക്ക് എന്താ പറയാം, നമുക്ക് ഗേറ്റ്നോഗമി ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നെയാണ്, നമുക്ക് മൊണീഷ്യസ് കണ്ടീഷൻ തന്നെയാണ്. കാരണം എന്താ, ഒരേ പ്ലാന്റ് ആണ്, രണ്ട് ഡിഫറെന്റ് ഫ്ലവർ ആണെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഒബ്വിയസ്ലി സെൽഫ് പോളിനേഷൻ ആണ്. സെൽഫ് പോളിനേഷൻ ആണെങ്കിൽ എന്തില്ല, ജനറ്റിക് വേരിയേഷൻസ് ഇല്ല. ജനറ്റിക് വേരിയേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇൻബ്രീഡിംഗ് ഡിപ്രഷന് സാധ്യത ഉണ്ട്. ഇനി അടുത്ത് എന്താണ്, സീനോഗമിയാണ്. സീനോഗമി എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് പ്ലാന്റ് ആണ്. രണ്ട് ഡിഫറെന്റ് പ്ലാന്റിനകത്ത് രണ്ട് ഡിഫറെന്റ് ഫ്ലവർ ആയിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി നോക്കപ്പോൾ എന്താണ്, നമുക്ക് ഇവിടെയും നമുക്ക് യൂണിസെക്ഷൽ ഫ്ലവർ കണ്ടീഷൻ ആണ്. നമുക്ക് ഇവിടെ മെയിൽ, ഇവിടെ ഫീമെയിൽ ആണെങ്കിൽ മെയിൽ ടു ഫീമെയിൽ രണ്ട് ഡിഫറെന്റ് പ്ലാന്റിലോട്ട് ട്രാൻസ്ഫർ പോളൻ ഗ്രെയിൻ നടത്താൻ നമുക്ക് എന്ത് പറയാം, നമുക്ക് സീനോഗമി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബൈസെക്ഷൻ ആണ്. ഇവിടെയും മെയിൽ ഫീമെയിൽ ഉണ്ട്, ഇവിടെയും മെയിൽ ഫീമെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുത്തെ മെയിലിൽ നിന്ന് ഇപ്പുറത്തെ ഫീമെയിൽ വേറൊരു പ്ലാന്റിനകത്തുള്ള ഫീമെയിലോട്ട് പോയാലും നമുക്ക് എന്ത് പറയാം, നമുക്ക് സീനോഗമി ആണെന്ന് പറയാം. അടുത്ത എന്താ, ഇവിടെ നമുക്ക് അപ്പോൾ ഒബ്വിയസ്ലി ഡൈഷ്യസ് കണ്ടീഷൻ ആയിരിക്കും. പക്ഷേ പ്ലാന്റ് വേണമെങ്കിൽ നമുക്ക് മൊണീഷ്യസ്. ഇവിടെ തന്നെ നമുക്ക് ഇവിടെ അടുത്ത് മെയിൽ ഫീമെയിൽ ഫ്ലവർ ഉണ്ട്, ഇവിടെ മെയിൽ ഫ്ലവർ ഉണ്ട്. പക്ഷേ ഇവിടെ രണ്ട് പ്ലാന്റ് തമ്മിൽ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സീനോഗമി ആണെന്ന് പറയാം. പക്ഷെ നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ, നമ്മൾ റിഫർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡൈഷ്യസ്. കാരണം ഇവിടെ ടു ഇവിടുത്തെ രണ്ട് ഡിഫറെന്റ് പ്ലാന്റിനകത്ത് നടക്കുന്ന കാര്യമാണ്. നമ്മൾ രണ്ട് ഡിഫറെന്റ് പ്ലാന്റിലോട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ പറഞ്ഞ ട്രാൻസ്ഫർ പോളൻ ഗ്രെയിൻ നടക്കണം. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ഡൈഷ്യസ് ആണ് റിഫർ ചെയ്യുന്നത്. പക്ഷേ മൊണീഷ്യസ് കണ്ടീഷൻ ഇസ് ഓൾസോ ദെയർ. ഈ പ്ലാന്റിനകത്ത് മൊണീഷ്യസ് ആയിരിക്കാം എന്നുള്ളത്. ഓക്കെ, നമുക്ക് അപ്പോൾ ഇവിടെ ഒബ്വിയസ്ലി എന്തായിരിക്കും, ക്രോസ് പോളിനേഷൻ ആയിരിക്കും. കാരണം രണ്ട് ഡിഫറെന്റ് പ്ലാന്റ് ആണ്, ക്രോസ് പോളിനേഷൻ ആണ്. ക്രോസ് പോളിനേഷൻ ആണെങ്കിൽ അവിടെ എന്തുണ്ട്, നമുക്ക് ജനറ്റിക് വേരിയേഷന് സാധ്യത ഉണ്ട്. ജനറ്റിക് വേരിയേഷന് സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തില്ല, നമുക്ക് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇത്രയുള്ള ഓട്ടോഗമി, ഗേറ്റ്നോഗമി, സീനോഗമി വീഡിയോ കണ്ട് മനസ്സിലായി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്ത് ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ എന്ത് ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ഏത് വീഡിയോ ആണ് ചെയ്യേണ്ടതെന്നുള്ളത് എന്ത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിൽ വരെ. ഇറ്റ്സ് മീ രഗൻ സൈനിങ് ഓഫ് ആൻഡ് യു ആർ വാച്ചിങ് റീസ് ലേണിംഗ്. അപ്പോൾ ശരി, ബൈ ബൈ.